നമസ്കാരം, എല്ലാവർക്കും ലൈക്ക് ലൈവിലേക്ക് സ്വാഗതം. പൂമുഖം ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മുടെ അതിഥിയായുള്ളത് ഡോക്ടർ കെ മുരളീധരൻ നായർ. അദ്ദേഹം വാസ്തു ആചാര്യനാണ്, വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ഥപതി കൂടിയാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമുക്ക് ഇന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളിലേക്കാണ് പോകേണ്ടത്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അബ്ദുൾ കരീം എന്നുള്ള നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ സംശയം എന്ന് പറയുന്നത്, സൂത്രത്തിൽ വാതിൽ എന്ന് ചിലർ പറയുന്നുണ്ട്, അത് സൂത്രത്തിൽ വാതിൽ വെക്കുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ സൂത്രം അടയുന്ന തരത്തിൽ വാതിൽ വെച്ച് കഴിഞ്ഞാൽ അത് വീടിന് ദോഷമായി വരുമോ? ഇതിൽ വളരെ വ്യക്തമായി ഇതിനൊരു മറുപടി നൽകാമോ എന്നുള്ളതാണ്. അതായത് വാസ്തുശാസ്ത്രവും തച്ച് ശാസ്ത്രവും എന്നുള്ള രീതിയിൽ കൂടെ, തച്ചെന്ന് വെച്ചാൽ പണ്ടത്തെ ആരൂഢത്തിൻ്റെ വീടുകൾ, വ്യക്തമായ ചില കണക്കുകളും വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് ബന്ധപ്പെട്ട ഇതിലാണ് ഈ സൂത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതായത് ബ്രഹ്മസ്ഥാനം എന്ന് പറഞ്ഞ വീടിൻ്റെ മധ്യഭാഗമാണ്. ബ്രഹ്മസൂത്രം, കർണസൂത്രം, മൃത്യുസൂത്രം, യമസൂത്രം. യമസൂത്രം എന്നാൽ തെക്ക് വടക്കാട്ട് പോകണതാണ്. ബ്രഹ്മസൂത്രം എന്നാൽ കിഴക്ക് പടിഞ്ഞാട്ടുണ്ട്. ഈ സൂത്രത്തിന് അകത്ത് ഒരിക്കലും തന്നെ കോൺക്രീറ്റ് വീട് പണിയുമ്പോൾ നമ്മൾ വാതിൽ കൊടുക്കരുത്. സൂത്രത്തിനകത്ത് വരരുത്, മാറിയാണ് വരാൻ. ഇപ്പോൾ ഉദാഹരണം, കിഴക്ക് ദർശനമായിട്ട് നിൽക്കുന്ന വീടിനാണെങ്കിൽ സൂത്രത്തിനകത്ത് വരലെന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ മദ്യം എടുത്ത് ആ സൂത്രം വരികയാണെങ്കിൽ അതിനകത്ത് വാതിൽ, പ്രധാനപ്പെട്ട വാതിൽ കൊടുക്കാതെ വടക്കോട്ട് മാറ്റി കൊടുക്കണം. വടക്കോട്ട് മാറ്റിയാണ് കൊടുക്കേണ്ടത്. സൂത്രത്തിനകത്തുനിന്ന് ഒരിക്കലും തന്നെ പ്രധാനപ്പെട്ട വാതിൽ കൊടുക്കരുത്, നല്ലതല്ല. എന്നാൽ പണ്ടത്തെ തച്ച് ആരൂഢത്തിൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണില്ല, അത് കൊടുക്കണം. ഇനി രണ്ട് പ്രാക്ടിക്കലായിട്ട് ഈ രണ്ടിന് ഒരുപാട് അന്തരങ്ങളുണ്ട്. പക്ഷേ അത് പല ആൾക്കാരും ഇതിനെ ഒന്നാക്കി കൊണ്ടു കിടക്കുന്നുണ്ട്. അവിടെയാണ് സംശയങ്ങളും ഇതൊക്കെ വരണത്. ക്ഷേത്രങ്ങൾ നമ്മൾ ചെയ്യുമല്ലോ, ക്ഷേത്രത്തിൽ നേരെ വേണം. ഇപ്പോൾ രണ്ട് രീതിയിലുള്ള കണക്കുകളാണ് പോകുന്നത്. ക്ഷേത്രത്തിലാണെങ്കിൽ അറിയാമല്ലോ, നമുക്ക് പ്രധാന ക്ഷേത്രത്തിലാണെങ്കിൽ 4 നടലുണ്ടാവും. കിഴക്കുണ്ടാവും, പടിഞ്ഞാറുണ്ടാവും, തെക്കുണ്ടാവും, വടക്കുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ തന്നെ എത്ര ചെറിയ ക്ഷേത്രമാണെന്ന് 2 നട കിഴക്കും പടിഞ്ഞാറും തീർച്ചയായിട്ടും ഉണ്ടാവും. അതെല്ലാം നേരെ മധ്യത്തിൽ തന്നെയാണ്. ആ സൂത്രങ്ങളെല്ലാം കറക്റ്റായിട്ട് അതിനകത്തൂടെ പോകണം. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ പല കണക്കിലാണ്. ഇതിപ്പോൾ ഇതിനെപ്പറ്റി ആധീര്യമായിട്ട് അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ്. ഇതിൽ കുറേ പണിക്കാറുണ്ട്. അവർ മയ്യവാതിൽ എന്ന് പറയും, അവരുടെ ഭാഷയിലാണ് പറയുന്നത്. എന്നുവെച്ചാൽ വീടിൻ്റെ മധ്യത്ത് കൊണ്ട് വച്ചു വയ്ക്കും. അത് എന്ത് സംഭവിക്കുന്നാൽ നിന്ന ഊർജ്ജം വന്ന ഊർജ്ജം തള്ളി പുറത്തായിക്കൊണ്ടേയിരിക്കും. ഇത് നേരെ വേറെയും വാതിൽ കൊണ്ട് നേരെ കൊണ്ട് പുറകിൽ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ശ്വസനം, വീടിൻ്റെ ശ്വസനം ഇപ്പോൾ നോക്കിക്കോളൂ. കിഴക്ക് ദർശനം എടുക്കുന്ന വീടാണ്. കറക്റ്റ് മധ്യത്തിലൊരു വാതിൽ കൊടുത്ത് അതിനെ തുറന്ന് തന്നെ കറക്റ്റായിട്ട് പടിഞ്ഞാറ് ഭാഗത്ത് കറക്റ്റായിട്ട് ഡോർ കൊണ്ട് കൊടുത്താൽ അനുകൂലമായ തരംഗങ്ങൾ നമുക്ക് വീട്ടിനുള്ളിൽ കിട്ടുന്നത് അത് മറ്റുള്ള ഭാഗങ്ങളിൽ പോകാതെ നേരെ തള്ളി പുറത്തേക്ക് പോകും. ഇങ്ങോട്ട് പടിഞ്ഞാറ് ഭാഗത്ത് പാസ് ചെയ്ത് വെളിയിലാവും. എപ്പോഴും തന്നെ ഒരു 10 അടിയോ അല്ലെങ്കിൽ ഒരു 10-15 അടിയോ ഒരു ചെറുപ്പം നല്ലതാണ്. എന്നിട്ട് എല്ലാ മുറിയും തങ്ങി ഔട്ടായി പോകണം. എല്ലാ ഭാഗത്തേക്കും ഒരു ലെവല് അത് അതിൻ്റെ പ്രസരണം നടന്ന ശേഷം ജനൽ വഴിയോ പുറത്ത് സൈഡിലുള്ള ഡോർ വഴി അത് വെളിയിലേക്ക് പോകണം. അതാണ് അതിൻ്റെ തത്വം. എങ്കിൽ മാത്രമേ ആ വീടിൻ്റെ സന്തുലനാവസ്ഥ ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് പഠിച്ചവരും പഠിക്കാത്തവരും ഒക്കെ ഉണ്ട്, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടൊക്കെ ഉണ്ട്. പിന്നെ അറിഞ്ഞുകൂടാത്ത ചില ആൾക്കാർ വീട്ടിൽ കയറിയിട്ട് നേരെ കിഴക്കിൽ നിന്ന് പടിഞ്ഞാറ് ഒരു ഹോൾ അടിച്ചു കൊടുക്കും, തെക്കിൽ നിന്ന് വടക്കോട്ട് ഒരു ഹോൾ പുതിയതായിട്ട് ചെയ്ത് കൊടുക്കും. അവിടെ തോന്നിയ പോലെ കുറേ ഹോളുകൾ എന്താ ഹോളെന്നവർ മനസ്സിലാക്കണം. വീടിൻ്റെ എയർ ബ്ലോക്കുള്ള എയർ ബ്ലോക്ക് വീടിന് അങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് എയർ ബ്ലോക്ക്. അങ്ങനെയുള്ള വീടിനാണെങ്കിൽ അത് നോക്കിയിട്ട് കർണം ഓപ്പൺ ചെയ്യാനുള്ള നമ്മുടെ ആ എയർ പോകത്തക്ക രീതിയിലുള്ള ഒരു ഹോള് നമ്മൾ ഇടുക. അത് വളരെ സൂക്ഷ്മമായിട്ട് വളരെയധികം അറിയത്തക്ക, വാസ്തുശാസ്ത്രത്തിൻ്റെ വളരെ നല്ല രീതിയിൽ അറിയത്തക്ക ഒരാൾ മാത്രമേ അങ്ങനെ കർണം ഓപ്പൺ ചെയ്യാം അവർ ചെയ്യുള്ളൂ. ഞാനും എത്രയോ കാലം കഴിഞ്ഞ ശേഷമാണ് ഈ കർണം ഞാൻ ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയത്. മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞാൻ അതിലേക്ക് പോകില്ല. കാരണം അത് അത്രത്തോളം ഒരു വീടിനകത്ത് കയറി നിന്ന് ശരിക്കും നമ്മുടെ ബ്രീത്തിങ് എല്ലാം ശരിക്കും മനസ്സിലാക്കി എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോൾ വെറുതെ വന്നിട്ട് അവന്മാർ എന്തോ ഇപ്പോൾ ഞാൻ തന്നെ 5 ആതിരേമ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ചാനലും ടി വിയിലും അതിനൊക്കെ പ്രശ്നം ഇതെല്ലാം കണ്ടും കേട്ടും പഠിച്ച്
പത്രത്തിൽ കൂടെയൊക്കെ ഞാൻ എഴുതുന്നുണ്ട്. കുറേ ആൾക്കാർ ഇത് മാത്രം ഈ പത്രത്തിൽ കൂടെ ഈ മാഗസിനിൽ കൂടെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വാസ്തു പണ്ഡിതന്മാരായിട്ട് വെളി ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് കുഴപ്പം. ഇവരാധീനമായിട്ട് പഠിച്ചിട്ടില്ല. അതിനാ സാറി പറഞ്ഞാൽ സൂത്രത്തിൽ വീണ്ടും അതിനകത്ത് ഒരു സംശയം 1-2 പേരും ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ഇത് നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ അത് അവർ നമുക്ക് വരച്ച് തരുമോ, അത് മാർക്ക് ചെയ്ത് തരുമോ എന്നുള്ളതാണ് ഈ സൂത്രത്തിൽ. പ്ലാൻ വരയ്ക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് സെൻറ്റർ പക്ഷം മാർക്ക് ചെയ്യാമല്ലോ. ഒന്നും നമുക്ക് സാധാരണയിൽ തന്നെ എടുക്കാം. ഇവിടെ സ്കെയിലിട്ട് 4 മൂലയ്ക്ക് 4 മൂലയ്ക്ക് മധ്യമായിട്ട് നമുക്ക് എടുക്കാം. അതൊക്കെ എടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. മദ്യം എന്ന് വെച്ചാൽ അറിയാമല്ലോ നമുക്ക്. അതിൻ്റെ ഔട്ട് സൈഡിൽ പോകില്ല എന്നുള്ളതാണ്, ഇൻസൈഡിലായിരിക്കണം എന്നുള്ളതാണ്. അതെ അതെ. പിന്നെ അടുത്തൊരു ചോദ്യം വരുന്നത്, നമ്മുടെ ഒരു പ്രേക്ഷകൻ വന്നിട്ടുള്ളത്, ഞാൻ താമസിക്കുന്ന വീടിനടുത്തായി ഒരു പഴയ വീടോട് കൂടിയ വസ്തു വാങ്ങി പുതിയ വീട് വയ്ക്കുന്നതിനായി പഴയ വീട് പൊളിച്ചു മാറ്റി. പൂജകളൊന്നും ചെയ്യാതെയാണ് പൊളിച്ചത്. വീട് പണി തുടങ്ങുന്നതിന് മുൻപ് പൂജകൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? കിഴക്ക് ദർശനമുള്ള വസ്തുവാണ്. അതിന് ശരിയായ രീതിയിൽ പൂജാമുറിയും കിച്ചണും ബെഡ്റൂമുകൾ, അതിൻ്റെ ടോയ്ലറ്റ്, ഡൈനിങ് എന്നിവയുടെ സ്ഥാനം വാസ്തുപരമായിട്ട് പറഞ്ഞു തരാമെന്നു. ഒന്ന് പഴയ വീടാണ് വാങ്ങിച്ചത്, അത് പൊളിച്ചിട്ട് പുതിയ വീട്ടിലോട്ട് പോകുന്നു, പൂജകളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. പിന്നെ അതിന്റെ ഈ ദർശനം എന്ന് പറഞ്ഞാൽ കിഴക്ക് ദർശനം. അപ്പൊ ഇനി എവിടെയൊക്കെയാണ് ബെഡ്റൂം, പ്രധാന ബെഡ്റൂം, അതുപോലെ തന്നെ കിച്ചൺ എവിടെ വരണം, പിന്നെ ഇത് വർക്ക് ഏരിയ എവിടെ ക്രമീകരിക്കണം, ടോയ്ലറ്റ്, ലിവിങ് റൂമുകൾ, എല്ലാ റൂമിന്റെയും. ഇത് സാധാരണ ഒരു വളരെയധികം താമസിച്ചുകൊണ്ടിരുന്ന ഒരു പഴയ വീടും സ്ഥലവുമായിട്ട് നമ്മൾ വയ്ക്കാൻ പോകുമ്പോൾ പല ആൾക്കാരും പറയും വീടിന് വില വേണ്ട, സ്ഥലത്തിനാണ് ഞങ്ങൾ. കാരണം ഒരു 10-50 വർഷം കഴിഞ്ഞാൽ പിന്നെ വീടിന് വില ഇടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വില കൊടുത്ത് വാങ്ങും. നമ്മളതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ വീട്ടിൽ, പഴയ വീട്ടിൽ ജനനവും മരണവും അതുപോലെ പല പല നെഗറ്റീവ് സംബന്ധമായിട്ട് കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടാവാം, പോസിറ്റീവ്. പക്ഷേ ഒരു വീട് പൊളിച്ച് മാറ്റുമ്പോൾ നമുക്ക് വേറെ ആളുടെ വരുന്ന ഇതാണ് നമ്മുടെ കയ്യിൽ വന്നു, വിധിപ്രകാരം പൊളിച്ച് മാറ്റണം. പണ്ടത്തെ ആരൂഢത്തിൻ്റെ വീടിനൊക്കെ ആണെങ്കിൽ വളരെ വ്യക്തമായിട്ട് അറിയത്തക്ക തച്ചന്മാരെ വിളിച്ച് വിധിപ്രകാരമാണ് കഴുക്കോലൊക്കെ അഴിച്ച് മാറ്റേണ്ടത്. അതല്ല കോൺക്രീറ്റ് വീടാണെങ്കിൽ പോലും ഒരു വാസ്തു ബലി ചെയ്യണം. വാസ്തു ബലി എന്ന് വെച്ചിരുന്നാൽ അത് സന്ധ്യയ്ക്കാണ് ചെയ്യുന്നത്. അത് 67 പിണ്ടങ്ങളൊക്കെ വെച്ച് 67 ദേവതമാരെ വിളിച്ച് സ്വീകരിച്ചിരുത്തി അവർക്ക് ആഹാരം കൊടുത്ത് തൃപ്തിപ്പെടുത്തി പറഞ്ഞയക്കുന്ന ചടങ്ങാണ് വാസ്തുബലി എന്ന്. അതാണ് ഞാൻ ചുരുക്കം. ഈ വാസ്തുബലി ചെയ്യാതെ ഒരിക്കലും തന്നെ ഒരു വീട്, കോൺക്രീറ്റ് വീടായിരുന്നു ശരി, ആരൂഢത്തിൻ്റെ വീട് പൊളിക്കരുത്. പൊളിച്ചാൽ എന്തൊക്കെ ഉണ്ടാകുന്ന വെച്ചാൽ, കാരണം അവിടെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അനുകൂലമായ പ്രതികൂലമായ തരംഗങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് മാറുന്നതിന് വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ വാസ്തുബലി ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് വീടിനെ പൊളിച്ച് മാറ്റിയിട്ട്, ഇപ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാർ ഞങ്ങൾ എൻ്റെ നല്ല കരിങ്കല്ലാണ് എടുക്കാമോ എന്നത്. കരിങ്കല്ല് എടുക്കാം. ഈ ഇഷ്ടിക നിങ്ങൾക്ക് അതിൽ അത്ര പണ്ടത്തെ നല്ല ഇഷ്ടികളുണ്ടില്ല എന്ന് പറയില്ല, നല്ല ഇഷ്ടിക ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല. എന്നാൽ തടി വേണ്ട. തടി നമുക്ക് ഒരിക്കലും തന്നെ അത് വേണ്ട. തടി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്കിത് സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയാം, അത് അടുത്ത എപ്പിസോഡിൽ. തീർച്ചയായും അതിൽ കൂടുതൽ വിശദീകരണവും സംശയങ്ങളും ഇനിയും ചോദ്യങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. മറ്റൊരു എപ്പിസോഡിൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകാം. ഏതായാലും ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മുടെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ എപ്പിസോഡിലും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നൽകുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. നമസ്കാരം.